ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുമായി നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണോ അതോ ലെസ് കോണ്ടാക്റ്റിലാണോ? എന്തായാലും അവരിപ്പോൾ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ അവരുടെ കറന്റ് സിറ്റുവേഷനാണ് നോക്കുന്നത്. 5 കാർഡ്സ് എടുക്കാവേ. സിക്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് വാൻസ്, ദ എംപ്രസ്, Five of Cups, Ace of Wands. അവരുടെ കറണ്ട് എനർജിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കാവേ. ഇപ്പോൾ അവർ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് നോക്കാം. Seven of Pentacles in energy. Queen of Swords. Page of Cups. Eight of Pentacles. Ace of Pentacles. What of the deck വന്നിരിക്കുന്നത് Two of Cupsന്റെ എനർജിയാണ്. Two of Cups. അപ്പോൾ നമുക്കിവിടെ പറയാവേ. ഇവിടെ ഫസ്റ്റിൽ തന്നെ നമ്മൾ അവരുടെ കറണ്ട് എനർജിയാണ് ഇവിടെ നമ്മൾ നോക്കിയത്. അവരുടെ കറണ്ട് എനർജിയിൽ ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. കാരണം അവരിപ്പോൾ മറ്റെന്തോ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ അവർ എന്തെങ്കിലും ജോലി കാര്യങ്ങളിൽ ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്നതാവാം. അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളാണോ അവർ അതിനായിട്ട് അതിൻ്റെതായ ഒരു ഇമ്പ്രൂവ്മെന്റ്, അതിൻ്റെതായ ഒരു പ്രോഗ്രസിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇനി അതുമല്ല എങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇനി അതുമല്ല അവരുടെ കുടുംബകാര്യത്തിലോ സൊസൈറ്റിയിലോ അവർ എന്ത് കാര്യത്തിലാണോ അവരിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്നത് അവിടെ കുറച്ചുകൂടി സക്സസ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവിടെ കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് കൊണ്ടുവരണം എന്നുള്ളത് അവരിവിടെ ചിന്തിക്കുന്നുണ്ട്. കാരണം എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ആൾക്കാരാണ് അവരെന്ന് കാണുന്നത്. എല്ലാ കാര്യങ്ങളിലും സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളിലും അവർ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ വെറുതെ മാറി നിൽക്കുന്ന എനർജി അല്ല അവർക്കുള്ളത്. അവർ ക്വീൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. അവർ സമൂഹത്തിൽ അല്ല എങ്കിൽ അവരുൾപ്പെടുന്ന ഏത് ഫീൽഡിലാണെങ്കിലും, ടീച്ചറാണെങ്കിൽ ആ ജോലിയിൽ, ഇനി അഥവാ വീട്ടമ്മയാണെങ്കിൽ അവിടെ, ഇനി അഥവാ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണോ, ഏതെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണോ അവിടെ, അവിടെയും അവരെ പോലെ മികച്ചു നിൽക്കുന്നവർ മറ്റാരുമില്ല. അവർ ഒത്തിരി മികച്ചു നിൽക്കുന്ന വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത്. അവരെ എല്ലാവരും എന്താണ് എംപ്രസിനെ പോലെ കാണുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്ന വ്യക്തികളാണ്. ഒരുപാട് സ്നേഹം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. അതുപോലെ അവരുടെ മുഖപ്രസാദം, സൗന്ദര്യത്തിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നു. അതുപോലെ അവരുടെ ആക്ടിവിറ്റീസിലൊക്കെ ഒന്നാമതായിട്ട് അവർ തിളങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
എന്നാലും ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അവർക്കിവിടെ അവരുടെ മനസ്സിന് ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കണ്ടില്ലേ, അവരിവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നാണ് കാണുന്നത്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ വൈകാരികമായ ചില കാര്യങ്ങളിൽ അവർക്കൊരൊറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു. ഇത് മറ്റുള്ള സമൂഹത്തിലെ മറ്റു പല കാര്യങ്ങളിൽ അവർ മിടുക്കരാണ്, അവർ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഇമോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇമോഷണലി അവർ വീക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആരുമില്ല, അവരെ ഒന്ന് സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ അവരെ നല്ലതുപോലെ അലട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയോ മനസ്സിൽ അവർക്ക് നിരാശ അനുഭവപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് അവർ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ അവർ കരുതുന്ന പോലെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവരുടെ കറന്റ് എനർജി വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി അതുപോലെ ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരെന്തിനോ വേണ്ടി ഒരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഒന്നിൽ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു ലെസ് കോണ്ടാക്ട് ആവാം, നോ കോണ്ടാക്ട് ആവാം, പക്ഷെ അവരിവിടെ വീണ്ടും തിരികെ വന്നിട്ട് നിങ്ങളുമായി ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ കാണുന്നു. നിങ്ങളുമായി ഒന്നുകൂടി ഒരു കോണ്ടാക്റ്റിലേക്ക് വരണം എന്നുള്ള ചിന്തയാണ് അവർക്ക് ഇപ്പോഴുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇതാണ് അവരുടെ കറന്റ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇതാണ്. ഇനി അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? അവരെ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഉള്ളിൽ കുറച്ച് കാലം മുൻപേ നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹബന്ധം തുടങ്ങിയിട്ടുണ്ട്. എത്ര കാലം മുൻപ് തുടങ്ങിയിട്ടുണ്ടോ അത്ര കാലം വരെയും അവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ടുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ വേണ്ടി, അല്ല എങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ സ്നേഹം നിലനിർത്താൻ വേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. കാരണം നിങ്ങൾ അവരിൽ നിന്നും പോകാതിരിക്കാൻ വേണ്ടി, നിങ്ങളെ വീണ്ടും തിരികെ കിട്ടാൻ വേണ്ടി അവരിപ്പോഴും വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനിടയിൽ വന്നു കഴിഞ്ഞാലും അവരുടെ ബിസിനസ് പരമായ കാര്യങ്ങളാവാം, അവരുടെ കുടുംബപരമായ കാര്യങ്ങളാവാം, അതുപോലെ സാമ്പത്തിക കാര്യങ്ങളാവാം, ഏത് കാര്യങ്ങളായാലും അവർ നിങ്ങൾക്ക് വേണ്ടി അവരുടെ ഉള്ളിൽ ഒരു വെയിറ്റിംഗ് ഉണ്ട്. അതിപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയണമെന്നൊന്നുമില്ല, നിങ്ങളോട് പറയുകയില്ല നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊന്നും അവർ നിങ്ങളോട് തുറന്നു പറഞ്ഞൊന്നും വരില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. നിങ്ങളെപ്പറ്റി അവർ എല്ലായ്പ്പോഴും മനസ്സിൽ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ക്യൂനായിട്ടാണ് അവർ കാണുന്നത്. ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. കാര്യം നിങ്ങൾ ബുദ്ധിയുള്ള നല്ല വ്യക്തിയാണെന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ നല്ല ബുദ്ധിയുള്ള വ്യക്തി, സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തി, ആൾക്കാർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നൊക്കെയാണ് അവർ കാണുന്നത്. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളെ പറ്റി, നിങ്ങളോടുള്ള മനോഭാവമാണിത്. പക്ഷെ അവരുടെ എനർജി ആയാലും അവരെയും അതുപോലെ തന്നെയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? അവരെയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവരതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിലൊരു വേർതിരിവ് ഇല്ല. കാരണം ഞാനാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്, മറ്റവർ മോശം എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അതുകൊണ്ട് അവരതേപോലെ തന്നെ അങ്ങനെ കാണുന്നിടത്താണ് സ്നേഹമുള്ളത്, അല്ലെ? അങ്ങനെ കാണണം. അല്ല ഞാൻ വലുത് നീ ചെറുത് എന്നുള്ള ഭാവം ഒരിക്കലും പാടില്ല. ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ, അല്ല എങ്കിൽ ഏതൊരു നല്ലൊരു കണക്ഷൻ, നല്ലൊരു പാർട്ട്ണർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. തന്നോടുള്ള അതേ സ്നേഹവും ബഹുമാനവും തൻ്റെ പാർട്ട്ണർക്കും കൊടുക്കും. ഇവർ അങ്ങനെയാണ് നിങ്ങളെയും കാണുന്നത്. നിങ്ങളെ ഉയർന്ന തരത്തിലുള്ള നല്ല ഹൈ എനർജിയിലുള്ള നല്ല സൗന്ദര്യമുള്ള നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെയും ഇവിടെ കാണുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ പേജ് ഓഫ് കപ്സ്, അവർക്കെല്ലായ്പ്പോഴും ഒരു പ്രണയം നിങ്ങളോടുണ്ട്. അതിനായിട്ട് അവരിവിടെ കാത്തു നിൽക്കുന്നുമുണ്ട്. എല്ലായ്പ്പോഴും അവരിൽ നിന്ന് ഒരു ലവ്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഒരു ലവ് പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവർ എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെപ്പറ്റി നിരന്തരം, നിങ്ങളോടുള്ള പ്രണയം നിരന്തരം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് പ്രത്യക്ഷത്തിലില്ല എങ്കിലും അവരുടെ ഉള്ളിൽ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിരന്തരം ഉണ്ട്, ആ ഒരു ചിന്ത നിരന്തരം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി 8 ഓഫ് പെന്റക്കിൾസ്, അവർ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാതിരിക്കാൻ നല്ലതുപോലെ പാടുപെടുന്നു എന്നുള്ളതാണ് ഇവിടെ. വല്ലാതെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് അവർ. അത് നശിച്ചു പോകാതെ, അല്ലെങ്കിൽ ഇല്ലാതെ ആവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ബന്ധം, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ഇല്ലാതെ ആവരുത്.
അതിനുവേണ്ടി അവർ എത്രമാത്രം കഷ്ടപ്പെടാമോ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും അവർ ഓരോ ദിവസവും അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ തുടക്കം വീണ്ടും നിങ്ങളോട് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. പുതിയ ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങളിലേക്ക് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് കാണുന്നത്. എല്ലായ്പ്പോഴും പുതിയ തുടക്കം അവർക്ക് ഇഷ്ടമാണ്. മനസ്സിലായി? എല്ലായ്പ്പോഴും പുതിയ തുടക്കം വന്നുവെങ്കിൽ മാത്രമേ അവിടെ ഒരു ശക്തമായ ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ അത്രയും സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായി? അതിനായിട്ട് അവരിപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങളോടുള്ള അവരുടെ മനോഭാവം എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് എന്താന്ന് കണ്ടോ? 2 ഓഫ് കപ്സിന്റെ എനർജി. ഈ ഒരു 2 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ അവർ ആത്മമിത്രത്തെ പോലെ സോൾമേറ്റ് കണക്ഷനായിട്ട് കാണുന്നു. സോൾട്ടൈ ആണ് ഇവിടെ. കാരണം അവരുടെ സോളും നിങ്ങളുടെ സോളും തമ്മിൽ ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബാക്കിൽ വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. കണ്ടില്ലേ? ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയാണ് ഇവിടെ കാണുന്നത്. കാരണം അവർ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഇപ്പോൾ യെസ് കോണ്ടാക്ട് ആയാലും നോ കോണ്ടാക്ട് ആയാലും അവർ അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്, ലവേഴ്സ് ആണ്. കണ്ടില്ലേ? ഈ ഒരു എനർജി അവർ എപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഇനി നമ്മളിവിടെ പറഞ്ഞു സോൾമേറ്റ് ആണ്, ലവേഴ്സ് ആണ്. കണ്ടില്ലേ? പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എല്ലാ കണക്ഷനുകളും ഇങ്ങനെ ആവണമെന്നില്ല. എല്ലാ കണക്ഷനിലും സോൾമേറ്റ് വരണമെന്നില്ല, പാസ്റ്റ് ലൈഫ് കണക്ഷൻ വരണമെന്നൊന്നുമില്ല. പിന്നെ പലതും എന്താണ്, ഡബിൾ എനർജി വരാം, നെഗറ്റീവ് എനർജിയിലൂടെയും സ്നേഹം പ്രകടിപ്പിച്ചു വരാം. അവിടെ ആകർഷണം വരാം ഒരുപാട്. കാരണം ഫിസിക്കൽ ആകർഷണം, മനസ്സിലായോ? ഫിസിക്കൽ അട്രാക്ഷൻ നിമിത്തം എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശമുണ്ട്, ദുരുദ്ദേശം കൊണ്ടും സ്നേഹം നടിച്ചു വരാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം അങ്ങ് സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ആണ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സിൻസിയർ ലവ് ആണ്, ഇതൊന്നും വിചാരിക്കരുത്. എല്ലാ കണക്ഷനും അങ്ങനെയല്ല. പക്ഷെ ഇവിടെ കാണുന്ന ഈ ഒരു റീഡിങ് കാണുന്ന ഒരുപാട് പേർക്കും ഇതേ കണക്ഷനാണ്. കണ്ടില്ലേ? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ എനർജിയാണ് ഇത്, കാണുന്നവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫിസിക്കലായിട്ട് ചീറ്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്, സാമ്പത്തികം വാങ്ങിച്ചിട്ട് ചീറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്, തരാതെ ലക്ഷങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ റീഡിംഗ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കണക്ഷനുകളും ഉണ്ട്. അത് നിങ്ങളെ ഒരു പാഠം നിങ്ങൾക്ക് തരാൻ വേണ്ടി വരുന്നതായിരിക്കണം. നിങ്ങൾ അതിൽ നിന്ന് ഒരു ലെസൺ പഠിക്കാൻ വേണ്ടി മാത്രം യൂണിവേഴ്സ് നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. പഠിച്ചിട്ട് നല്ല രീതിയിൽ വരാൻ വേണ്ടി. മനസ്സിലായി? അങ്ങനെയും ചില കണക്ഷനുകൾ ഉണ്ട് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇനി നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിരുന്നപ്പോൾ, നേരത്തെ നിങ്ങൾ തമ്മിൽ കണക്ഷനിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചിരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫോർ ഓഫ് സോർട്സിന്റെ എനർജി വളരെയധികം അവർ ഓവർ തിങ്കിങ്ങിലായിരുന്നു നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത്. നിങ്ങൾ അവരോടൊപ്പം നല്ല സ്നേഹത്തിൽ ഇരുന്നപ്പോൾ പോലും അവർ വിചാരിക്കുന്നുണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ കണക്ഷൻ ഉണ്ട്. അവരുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരുന്നു. മനസ്സിലായി? നിങ്ങളുടെ കളിച്ചിരി തമാശകളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭീതി ഉണ്ടായിരുന്നു. ഓവറായിട്ട് അവർ തിങ്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ടു ഓഫ് വാൻസിന്റെ എനർജി, നിങ്ങളാണ് അവരുടെ ലോകം എന്നുള്ള ആ ഒരു എനർജിയിൽ അവരെപ്പോഴും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളില്ലാതെ അവർക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളാണ് അവരുടെ വെളിച്ചം, നിങ്ങളാണ് അവരുടെ ഐശ്വര്യം. അവരുടെ ജീവിതത്തെ നിലനിർത്തിയിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഐശ്വര്യത്തെ, അവരുടെ പ്രോഗ്രസ്, ജീവിതത്തിലുണ്ടായ പ്രോഗ്രസിനൊക്കെ നിലനിർത്തിയിരുന്നത് നിങ്ങളായിരുന്നു. നിങ്ങളുടെ ആ എനർജി ആയിരുന്നു. മനസ്സിലായി? നിങ്ങളാണ് അവർക്ക് വെളിച്ചം പകർന്നിരുന്നത് എന്നവർ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം അട്രാക്ഷനാണ്. അത്രമാത്രം നിങ്ങളോടൊരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്തിരുന്നു. നിങ്ങൾ അവരോട് കൂടെ ഉള്ളപ്പോൾ പോലും
അങ്ങനെ അവർ ചിന്തിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾ അവരുടെ ലോകമാണ്, നിങ്ങളില്ലാതെ, നീ ഇല്ലാതെ എനിക്ക് ഈ ഒരു ലൈഫ് ഇല്ല, നീയാണ് എൻ്റെ ഐശ്വര്യം, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ പരാജയപ്പെട്ടിടത്തു നിന്നു മുന്നോട്ടൊരു വിജയത്തിലേക്ക് വന്നത് നിങ്ങൾ വന്നതിന് ശേഷമാണ്, ഒരുപാട് കാര്യങ്ങളിൽ ഒരു പങ്ക്ച്വാലിറ്റി ജീവിതത്തിൽ കൊണ്ടുവന്നത് നിങ്ങൾ നിമിത്തമാണ്, നിങ്ങൾ വന്നതിന് ശേഷമാണ് എന്നൊക്കെ അവർ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അതാണ് അവർ നിങ്ങളോട് ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ടെൻ ഓഫ് കപ്സ് നിറഞ്ഞ സ്നേഹത്തിലായിരുന്നു നിങ്ങൾ കഴിഞ്ഞ, കാരണം ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി വന്നില്ലേ, നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് തമ്മിൽ, നിങ്ങളുടെ പരസ്പരം നിങ്ങളുടെ കുട്ടികളും ഒത്തിയായിരുന്നു സന്തോഷമായി ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നവർ. ഇനി ഈ ഒരു കണക്ഷൻ, ഈ ഒരു റീഡിങ് കപ്പിൾസിനാവാം, പാർട്ട്നേഴ്സിനാവാം, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനാവാം, ഇനി ഏത് തരത്തിലുള്ള പാർട്ട്ണറോ ലവേഴ്സോ, ഇനി എങ്ങനെയാണോ ഏത് തരത്തിലുള്ള സ്നേഹബന്ധത്തിനും ഇത് ബാധകമാണ്. നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്റ്റാക്കി എടുക്കണം കേട്ടോ. ഇനി അഥവാ അങ്ങനെ ഒരു കണക്ഷനും ഇല്ല എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമല്ല ഇവിടെ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അവർ കരുതിയിരുന്നത്. ഒരുപാട് നിറഞ്ഞ സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു കണക്ഷൻ തുടങ്ങിയ സമയത്തും അതുപോലെ തന്നെ കുറെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തും ഒക്കെയും നിങ്ങളുടെ കുട്ടികളെ പറ്റി ചിന്തിച്ചിരുന്നു, കുട്ടികളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു നല്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകണം, നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് ഇവിടെ നിലനിർത്തണം എന്നൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. അവർ നിങ്ങളോടൊപ്പം അത് സംസാരിച്ചിട്ടും ഉണ്ടാവണം നിങ്ങളോട്. രണ്ട് കാണിച്ചോടെ എടുക്കാമേ. നൈറ്റ് ഓഫ് വാൻസ്, ഏസ് ഓഫ് സോഡ്സും ആണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നോക്കാവേ. ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഓപ്പൺ മൈൻഡഡ് ലവ് ആണ്. കണ്ടില്ലേ? നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെയധികം ആവേശം, മറ്റ് എല്ലാ തരത്തിലുള്ള ആവേശം നിങ്ങളോട് അവർക്കുണ്ടായിരുന്നു. ഫിസിക്കലി, മെന്റലി എല്ലാ തരത്തിലുമുള്ള ആവേശം നിങ്ങളോടുണ്ടായിരുന്നു. അത്രമാത്രം ഇന്റിമസി ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹബന്ധം. മനസ്സിലായി? അത്രമാത്രം സ്ട്രോങ് ബോണ്ടിങ്ങോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുന്നത് അല്ലേ? അങ്ങനെയല്ലായിരുന്നോ? നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. മെന്റലി നിങ്ങൾ പറയുന്നതിന് അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വൺസിന്റെ എനർജി, വൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺസ് ഓഫ് ഫയർ സൈൻ അല്ലേ? അപ്പോൾ അത്രമാത്രം ആകർഷണം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഏതൊരു കാര്യത്തിലും പരസ്പരം പറഞ്ഞും ചോദിച്ചുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത്രമാത്രം സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, അട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയോ ഏസ് ഓഫ് സോഡ്സ് ചലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ലവ് ആണ്. ഏസ് ഓഫ് സോഡ്സ് വീണ്ടും അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നു. എന്താണ് ഇനി ഇപ്പോഴത്തെ അവസ്ഥ? അവർ നേരത്തെ തന്നെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരെപ്പോഴും ചിന്തിച്ച് തന്നെ ഈ ഒരു ലവ് നിലനിർത്താൻ അവരെ കൊണ്ട് സാധിച്ചിരുന്നു. അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുമായിരുന്നു, ഈ ഒരു സ്നേഹബന്ധത്തെ എങ്ങനെയെങ്കിലും നിലനിർത്തി കൊണ്ടുപോകണം, കാരണം ഇതെനിക്ക് പ്രയോജനപ്രദമായ ഒരു കണക്ഷനാണ്, ഇവിടെ നിന്നും എൻ്റെ പാർട്ട്ണർ വിട്ടുപോകാൻ പാടില്ല എന്നവർ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിൽ കണക്ഷനിൽ ആയിരുന്നപ്പോഴുള്ള കാര്യമാണ് നമ്മൾ നോക്കുക. ഇനി ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറൻസ്, ബാലൻസ്ഡ് ആൻഡ് ബ്ലിസ്ഫുൾ ലവ് ആണ്. ഇത് നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നേഹമാണ് ഇവിടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട പാർട്ട്നേഴ്സാണ്, പങ്കാളികളാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തോടു കൂടി കിട്ടിയ പാർട്ട്ണറാണ് എന്ന് നിങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നു. നിങ്ങൾ തമ്മിൽ കണക്ഷനിലുള്ളപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും അവരും ചിന്തിച്ചിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാധകമാണിത്.
ഈ എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാധകമാണ്. കാരണം ടെമ്പറൻസ് ആണ്. അന്ന് നിങ്ങളും ചിന്തിച്ചിരുന്നു, അവരും ചിന്തിച്ചിരുന്നത്. എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ബന്ധമാണിത്, ഇത് ഡിവൈനായിട്ട് എനിക്ക് കൊണ്ടു തന്ന പാർട്ട്ണറാണ് എന്നൊക്കെ നിങ്ങൾ പരസ്പരം ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഒരിക്കലും തമ്മിൽ പിരിയരുത്. ഒരിക്കലും ഒരു പ്രശ്നം ഈ ബന്ധത്തിനിടയിൽ ഉണ്ടാവരുത്. ഒരു വിള്ളൽ വീഴാൻ പാടില്ല. എന്ത് വന്നു കഴിഞ്ഞാലും അവിടെ അത് പറഞ്ഞു പരിഹരിച്ച് മുന്നോട്ട് പോകണം, ബാലൻസ് ചെയ്ത് പോകണം എന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും ചിന്തിച്ചിരുന്നു. നിങ്ങൾ കണക്ഷനിലുള്ള സമയത്തെ എനർജിയാണ്. മനസ്സിലായോ? നമുക്ക് ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാം. 2-3 കാർഡ്സ് ഒന്ന് നോക്കാം, മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത്. +9 10. ഒരു തുടക്കം നിങ്ങൾ തമ്മിൽ വീണ്ടും വരും. അത് എന്ത് തുടക്കമാണ്? നല്ല പ്രകാശം നിറഞ്ഞ ഒരു തുടക്കം. അതായത് വീണ്ടും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു ലൈഫായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. വീണ്ടും കൂടിച്ചേർന്ന് പഴയതുപോലെ സ്നേഹത്തിൽ വീണ്ടും കൂടിച്ചേർന്ന് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു നിങ്ങൾ രണ്ടുപേരും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായി? സണ്ണിന്റെ എനർജിയാണ് ഇവിടെ. ഹാപ്പിനെസ് ആണ് വരാൻ പോകുന്നത്. വീണ്ടും ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കുടുംബം ഒത്തുചേർന്ന്, കുട്ടികളുമായിട്ട് ഒത്തുചേർന്ന്, അതല്ല എങ്കിൽ അല്ലാതെയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് കാണുന്നത്. താഴെ വീണതാണ്. ഹാർമണിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടെ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് വന്നിരിക്കുന്നത്. ദൈവാനുഗ്രഹമാണ് ഈ ഒരു കണക്ഷൻ എന്ന് കാണുന്നുണ്ട്. ഇത് 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. മനസ്സിലായി? നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയല്ലേ കാർഡ്സ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന നിലയിൽ അല്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്ത് തീരുമാനമാണോ എടുത്തിരിക്കുന്നത്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉറച്ചു നിന്നോളൂ. ഇതിൽ നിന്ന് ഒരു വ്യതിയാനം വരുത്തണ്ട എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അഥവാ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാം. കാരണം എന്തായാലും ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ എനർജി ചെല്ലത്തില്ല. അങ്ങനെ അത്രമാത്രം നോ കോണ്ടാക്ട് അവസ്ഥയിലാണെങ്കിൽ അവർക്ക് എനർജി കിട്ടാതെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു തിരിച്ചറിവുണ്ടാകും, അവർക്കൊരു ബോധോദയം ഉണ്ടാകും ആ സമയത്ത്. അതുകൊണ്ടാണ് നിങ്ങളോട് പലരോടും ഞാൻ പറയുന്നുണ്ട്, പേഴ്സണൽ റീഡിങ്ങിലൊക്കെ വരുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ചേസ് ചെയ്യാൻ പാടില്ല. അവർക്ക് ബോധോദയം വരണമെങ്കിൽ നിങ്ങളുടെ എനർജി കിട്ടാതെ ഇരിക്കണം. മനസ്സിലായോ? അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെടാറില്ല. പോട്ടെ, സാരമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിലനിർത്തണം. നമുക്ക് വന്നിരിക്കുന്നത് ഇതാണ്. മനസ്സിലായി? എന്താണ് സോൾമേറ്റ്? യുവർ സോൾമേറ്റ് ഈസ് ഓൾറെഡി വിത്ത് യു ഇൻ സ്പിരിറ്റ്. നമ്മളിപ്പോൾ കണ്ട കാര്യമാണിത്, നിങ്ങൾ തമ്മിലുള്ള സോൾമേറ്റ് കണക്ഷൻ ആണെന്നല്ലേ. അപ്പോൾ ഒരുപാട് പേരുടേത്, എല്ലാവരുടെയും എനിക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ഒരു 10,000 പേര് ഈ റീഡിങ് കണ്ടെന്നിരിക്കും, വീഡിയോ കണ്ടെന്നിരിക്കും. എല്ലാവരുടെയും ഈ ഒരു കണക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അത് എന്ത് കണക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ സോൾമേറ്റ്, നിങ്ങളുടെ സോൾമേറ്റ്, യുവർ സോൾമേറ്റ് ഈസ് ഓൾറെഡി വിത്ത് യു ഇൻ സ്പിരിറ്റ്. ബിലീവ് ദിസ് ആൻഡ് ദേ വിൽ മാനിഫെസ്റ്റ് ഫിസിക്കലി. നിങ്ങളുടെ സോൾ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. മനസ്സിലായി? അവർ എല്ലായ്പ്പോഴും നിങ്ങളെ ഫിസിക്കലി മെന്റലി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി അവർ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു മെസ്സേജ് എത്ര കറക്റ്റ് ആണെന്ന് നോക്കിക്കേ, അല്ലേ? നമുക്കിനി കുറച്ച് ക്ലൂസും കൂടെ എടുക്കാവേ. ക്ലൂസ് എടുത്തില്ലെങ്കിൽ പലരും ചോദിക്കും. ക്ലൂസ് പലർക്കും ഇവിടെ അത്യാവശ്യമാണ്. കുറച്ചെടുക്കാം. ടോറസ് ആണ് വന്നിരിക്കുന്നത്. ഇടവ മാസം, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, അര. ഡിസംബർ മന്ത്. നമ്പർ 5 പാലക്കാട്. കോട്ടയം.
തൃശ്ശൂർ. ലെറ്റർ കെ, ലെറ്റർ എൽ. നവംബർ മന്ത്. സാജിറ്റേറിയസ് ധനുമാസം മൂലം പൂരാടം ഉത്രാടം കാൽ. ജൂലൈ മന്ത്. ആലപ്പുഴ. ഓഗസ്റ്റ് മന്ത്. നമ്പർ 1. ഏപ്രിൽ മന്ത്. നമ്പർ 7. ലെറ്റർ വി, ലെറ്റർ വൈ. പത്തനംതിട്ട. ജൂൺ മന്ത്. ഏരീസ് മേടമാസം അശ്വതി ഭരണി കാർത്തിക കാൽ. അപ്പം നമുക്ക് വന്നിരിക്കുന്ന ക്ലോസ് ഒക്കെ ഇത്രയുമാണ്. വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ കാർഡ്സ് എടുത്തു, നിങ്ങളെ കാണിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് റെസണേറ്റ് ആയി എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ക്ലോസ് റെസണേറ്റ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.